ഹായ് ഫ്രണ്ട്സ്, ട്രിവാൻഡ്രത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒറ്റ നില വീട് അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ബെറ്റർ ഓപ്ഷനാണ് അപ്പോൾ ഇന്നൊരു വീട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് നമുക്ക് ട്രിവാൻഡ്രം കാവിൻപുറം എന്ന സ്ഥലത്താണ്. പുളിയറക്കുണത്ത് നിന്ന് നമുക്ക് കുറച്ച് ദൂരം മാത്രമാണുള്ളൂ ഈ കാവിൻപുറം എന്ന സ്ഥലം വരുന്നത്. ഇവിടെ കണ്ടോ, അപ്പോൾ ഒരു 10-40 വീട് തന്നെ നമുക്കിവിടെ പണിയെടുപ്പിക്കുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിലാണ്. നമുക്കിവിടെ ഒരു 4-5 വീട് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീട് പണി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീടാണ് നമുക്ക് ഇത് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് 4,600 സെൻറ്റിൽ 1,050 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണി ഏൽപ്പിച്ചിരിക്കുന്നത്. 3 ബെഡ്റൂം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നാണെങ്കിൽ നമുക്കൊരു 12 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിന് തൊട്ടടുത്ത് തന്നെ പുളിയറക്കുണത്ത് നമുക്ക് ഏഷ്യനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സ് ഒക്കെ വരുന്ന അതിനൊക്കെ തൊട്ടടുത്താണ് നമുക്ക് ഈ കാവിൻപുറം എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. അപ്പം നമുക്ക് ഈ വീടിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അകത്തോട്ട് കിടന്ന് കാണാം. നമുക്ക് കയറി വരുമ്പോഴത്തേക്ക് നമുക്കൊരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റാണ് ഇവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഒരു ബ്ലാക്ക് കളർ തീമിൽ നല്ല അട്രാക്റ്റീവായിട്ട് ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. വീടിൻ്റെ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് തറ ഫുള്ളും തന്നെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസും കൂടെ വയ്ക്കാനായിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ലുക്ക്. എലിവേഷൻ എല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളതാണ്. വീടിൻ്റെ ഇൻറ്റീരിയറും നല്ല എടുത്ത് പറയേണ്ടതാണ്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ ഭാഗത്ത് നമുക്ക് ഇത്രയും സ്പേസ് കാണാൻ സാധിക്കും. ഇതിൻ്റെ സൈഡിലായിട്ട് അത് അവിടെ പ്ലാന്റ് വെച്ചിട്ടുണ്ടോ, കലാത്തിയ പ്ലാന്റ് വെച്ച് അവിടെ ഒരു ബാമ്പുവിൻ്റെ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു 2 കാറൊക്കെ നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള നല്ല സ്പേസ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ വീടിന് കിണറും പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ഇതാണ് ഫ്രണ്ട് സിറ്റ് ഔട്ട് വരുന്നത്. 12x4 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് സിറ്റ് ഔട്ട് വരുന്നത്. ഇതാണ് ഫ്രണ്ടിലെ ആ ഒരു സിറ്റ് ഔട്ടിൻ്റെ വ്യൂ വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറിക്കാണ്. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ കാണുന്നത് ഒരു പ്ലാവിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ഡോറാണ് നമുക്ക് വരുന്നത്. കട്ടുള്ള വരുന്ന ടൈപ്പാണ് നമുക്ക് ഈ ഫ്രണ്ട് ഡോർ വരുന്നത്. ഇത് ഫുള്ളും തന്നെ പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് ലിവിങ് ഏരിയയാണ് വരുന്നത്. 16x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ വരുന്നത്. തറയിലെ ടൈലെല്ലാം നല്ല ഭംഗിയായിട്ടുള്ള ടൈൽ കൊടുത്തിട്ടുണ്ട്. മുകളിൽ സീലിങ്ങിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റും പ്രൊജക്ടർ ലൈറ്റുമാണ് നമുക്കിവിടെ മുകളിൽ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് ഇപ്പുറത്തായിട്ട് ഇവിടെ വരുന്നത് നമുക്കൊരു വലിയ TV യൂണിറ്റ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ ഇൻറ്റീരിയറെല്ലാം തന്നെ നമ്മൾ നല്ല സ്പേസ് ഫീൽ ചെയ്യുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. ഇത് വലിയൊരു TV യൂണിറ്റ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് താഴെയും ധാരാളം സ്റ്റോറേജ് സ്പേസ് എല്ലാം പല ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചുമരിൽ ഒരു ഡിസൈൻ ഈ ഭാഗത്തും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ഉണ്ട്. ഒരു പാർട്ടീഷൻ പോലെ സംഭവം കൊടുത്തിട്ടാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ഇപ്പുറത്ത് അറേഞ്ച് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്കിവിടെ ഒരു വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഡൈനിങ് ഏരിയ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ 16x10 ഡയമെൻഷനിലാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. നല്ല സ്പേസ് ഉണ്ട്, നമുക്ക് ഇത് രണ്ടും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെയും മുകളിൽ സീലിംഗ് ആണ്, പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് പ്രൊജക്ടർ ലൈറ്റ് എല്ലാം വരുന്നുണ്ട്. ഈ സൈഡിലെ വാളിലും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ ഈ ഒരു ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഡൈനിങ് ഏരിയയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് നമുക്ക് ഇവിടെ ആയിട്ട് കിച്ചൺ വരുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ നമുക്കിവിടെ വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് മോഡേൺ ടൈപ്പുള്ള ഒരു മിററൊക്കെ കൊടുത്ത് സിങ്ക് എല്ലാ സംഭവവും ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ വാഷിംഗ് ഏരിയ അറേഞ്ച് ആക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് നേരെ ഇനി ഓപ്പൺ കിച്ചൺ നോക്കാം. ഇവിടെയാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. കയറി വരുന്ന ഭാഗത്ത് കണ്ട പ്ലാന്റ് കൊടുത്ത് നല്ല അട്രാക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തറയിൽ ഗ്രിപ്പിംഗ് ടൈൽ തന്നെയാണ് നമുക്കിവിടെ കിച്ചണിൽ വരുന്നത്. പിന്നെ മുകളിൽ അതവിടെ എല്ലാം ധാരാളം കബോർഡ്സുകൾ ചെയ്തിട്ടുണ്ട്. ഫുള്ളും തന്നെ നമുക്ക് ബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. കണ്ടോ, ഫുള്ളും ലാമിനേറ്റ് ചെയ്ത ബോർഡ് വർക്കിൽ തന്നെ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൗണ്ടർ ടോപ്പ് കണ്ടോ, നമ്മൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതാണ് സിങ്ക് വരുന്നത് കേട്ടോ. ഇതാണ് നമുക്ക് ഇവിടുത്തെ സിങ്ക് കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഗ്ലാസ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഓപ്പൺ കിച്ചൺ വരുന്നത്. പിന്നെ നമുക്കിതിൽ നിന്ന് പുറത്തോട്ട് ഈ ഭാഗത്താണ് നമുക്ക് ഇനി പുറത്തോട്ട് ഇറങ്ങേണ്ടത്. ഇവിടെയാണ് നമുക്ക് കിണർ ഈ ഭാഗത്ത് വരുന്നുണ്ട്. ബാക്കി ഇത്രയും സ്പേസാണ് നമുക്ക് പുറകുവശത്തായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ വീടിന് 3 ബെഡ്റൂമാണ് വരുന്നത്. ഒരു ബെഡ്റൂം ഈ ഒരു ഡൈനിങ് ഏരിയയുടെ ആ ഭാഗത്ത്, ഒന്ന് ലിവിങ് ഏരിയയുടെ വലത് ഭാഗത്തും, ഒന്ന് ഇടത് ഭാഗത്തും. അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ബെഡ്റൂംസ് വരുന്നത്. അപ്പം നമുക്ക് ഇവിടുത്തെ ഓരോ ബെഡ്റൂംസ് കയറി കാണാം. അപ്പോൾ ഈ ഒരു വീടിൻ്റെ എല്ലാ ബെഡ്റൂമും നമുക്ക് 12x12 തന്നെയാണ് ഡയമെൻഷൻ വരുന്നത്. ഇത് 12x12 ആണ് വരുന്നത്. മുകളിലിവിടെയും നമുക്ക് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും സീലിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു വാർഡ്രോബ് വരുന്നുണ്ട്. 2 ഡോർ ടൈപ്പാണ് വരുന്നത്.
അപ്പോൾ ഇത് നമുക്ക് മൾട്ടിവുഡിൽ തന്നെ ചെയ്തിട്ടുള്ള തന്നെയുള്ളൂ. 2 ഡോർ ടൈപ്പാണ്. അത് ഇവിടെ ഒരു മിറർ ഒക്കെ വരുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുക. PVC ഡോർ തന്നെയാണ് നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അകത്ത് വരുമ്പോൾ എന്താ നല്ല ഗ്രിപ്പിംഗ് ഡെയിലി തന്നെ തറയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലത്തെ ഭാഗം എല്ലാം നല്ല നീറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡെയിലികൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ ബ്രാൻഡഡ് ഫിറ്റിങ്സും നമുക്കിവിടെ കാണാൻ സാധിക്കും. അവിടെ ലൈറ്റിംഗ് കൊടുത്ത് നല്ല അട്രാക്റ്റീവായിട്ട് തന്നെ നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. സ്പേസും ഉണ്ട് അത്യാവശ്യം. ഇനി നമുക്കതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം എന്താ ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഈ ഒരു ബെഡ്റൂം നമുക്ക് 12x12 ഡയമെൻഷനിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. സെയിം നമ്മൾ അപ്പുറത്ത് കണ്ട അതേ ഒരു കാഴ്ചയൊക്കെ തന്നെ നമുക്ക് ഇവിടെയും വരുന്നത്. പിന്നെ ഇവിടുത്തെ വാർഡ്രോബ് നമുക്കൊരു 3 ഡോർ ടൈപ്പാണ് കേട്ടോ. 3 ഡോർ ടൈപ്പാണ്. പിന്നെ നടുക്ക് നമുക്കൊരു മിറർ വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഡ്രോസ് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് കണ്ടോ. പിന്നെ ഈ മിററിൻ്റെ അകത്ത് നമുക്ക് സ്റ്റോറേജ് സ്പേസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ സെറ്റ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോർ സെയിം അപ്പുറത്തുണ്ട് അതേ ഒരു കളറിലുള്ള വരുന്നത്. ഇനി അകത്തോട്ട് വരുമ്പോൾ തറയിൽ ഗ്രിപ്പിംഗ് ഡെയിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇതാണ് ടൈലിൻ്റെ അകത്ത് വരുന്നത്. ഇതവിടെ ഒരു മിറർ സിങ്കെല്ലാം വരുന്നുണ്ട്. ഈ ഒരു ബാത്റൂം നമ്മൾ അപ്പുറത്ത് കണ്ടതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറുതാണ്. ഇനി നമുക്കിവിടെ ഒരു ലാസ്റ്റ് ഒരു ബെഡ്റൂം ഉള്ളത് നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്താണ്. ഡൈനിങ് ഏരിയയുടെ ഈ സൈഡിൽ കൂടെ ഇവിടെയാണ് അടുത്ത ലാസ്റ്റ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ അകത്ത് വരുന്ന എല്ലാ ബെഡ്റൂമിൻ്റെയും ഡോറും ഫുള്ളും തന്നെ പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ബാക്കിയുള്ളത് ജസ്റ്റ് കാണിക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതും 12x12 ഡയമെൻഷൻ തന്നെയാണ്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റിങ്ങാണ് നമുക്ക് ഇവിടെ സീലിംഗ് വരുന്നത്. ഇവിടെ നമ്മൾ 2 ഡോർ ടൈപ്പ് തന്നെയാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. അപ്പോൾ ഇവിടെ സെയിം PVC ഡോർ തന്നെയാണ് വരുന്നത്. അകത്തോട്ട് കയറിയിട്ട് ബാക്കിയാണ്. അപ്പോൾ അകത്ത് വരുമ്പോൾ തറയിൽ ഗ്രിപ്പിംഗ് ടൈൽ വരുന്നുണ്ട്. ഇതാണ് നമുക്ക് ഇവിടുത്തെ ബാക്കി ടൈലിൻ്റെ ഡിസൈൻ എല്ലാം ഇതാണ് വരുന്നത്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട അതേ ഒരു ടൈപ്പ് തന്നെയാണ് സ്പേസ് നമുക്ക് വരുന്നത് ഈ ഒരു ബാത്റൂമിന്. നേരത്തെ പറഞ്ഞ എല്ലാ ബെഡ്റൂമിനും നമുക്ക് വാതിലെല്ലാം തന്നെ ഇവിടെ ചെയ്തിട്ടുള്ള പ്ലാവിലാണ് ഈ ഒരു ബെഡ്റൂമിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം കണ്ടത് ഇവിടുത്തെ ഈ ഒരു ബെഡ്റൂമിൽ ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പം ഈ ഒരു ബ്യൂട്ടിഫുൾ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 57 ലക്ഷമാണ്. അപ്പോൾ അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വരാവുന്നതാണ്. നിങ്ങൾ ഹോം ലോണിനാണ് വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യപ്പെടുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഹോം ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എങ്കിൽ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പോൾ ഒരു 50 ലക്ഷത്തിനകത്തുള്ളതോ അല്ലെങ്കിൽ അതിന് പുറത്തോട്ടുള്ളതോ അല്ലെങ്കിൽ 1 കോടിക്ക് പുറത്തോട്ടുള്ള വീടാണ് നിങ്ങൾ വേണ്ടത് നോക്കുന്നെങ്കിലും നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വീട് നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ വേഗം തന്നെ കോൺടാക്ട് ചെയ്ത് വരാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ഒരു പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും ബൈ.